ലൈന് വീണ്ടും ആവശ്യമുന്നയിച്ച് കേരളം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ആവശ്യമുന്നയിച്ചത്. നിലവിലെ ഗതാഗത സംവിധാനം അപര്യാപ്തമെന്നും അതിവേഗ പാത അത്യാവശ്യമെന്നും മന്ത്രി 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, വീണ്ടും സിൽവർ ലൈനായി കേരളം ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. വലിയ വിമർശനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വീണ്ടും ധനമന്ത്രിയുടെ ആവശ്യം. വിവരങ്ങൾ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി താൽക്കാലികമായി സിൽവർ ലൈൻ പദ്ധതിയിൽ സർക്കാർ മുന്നോട്ടുള്ള നടപടികൾ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ സിൽവർ ലൈനിൽ നിന്നും സർക്കാർ പിന്മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സിൽവർ ലൈനിന്റെ ആവശ്യത്തിൽ വന്നിട്ടുള്ളത്. പ്രധാനമായും ഈ ബഡ്ജറ്റിന് മുൻപുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചയിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ സിൽവർ ലൈൻ നടപ്പാക്കണമെന്ന്, അതിനുവേണ്ട അനുമതി ലഭ്യമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും അദ്ദേഹം പറയുന്നത് വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ സിൽവർ ലൈന് അനുമതി നൽകണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ നിലവിലുള്ള റെയിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും ഇതിനോടൊപ്പം വേണം. അതിന് സിൽവർ ലൈനെ കൂടെ പരിഗണിക്കണമെന്ന ആവശ്യം അദ്ദേഹം കേന്ദ്ര ധനമന്ത്രിയുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. കൂടാതെ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഇതിനോടൊപ്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അല്ലെങ്കിൽ സിൽവർ ലൈനിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഈ ആവശ്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് മാത്രമല്ല, കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ സംസ്ഥാനം വച്ചിട്ടുണ്ട്. അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ ഈ തുക അനുവദിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിനുള്ള അനുമതി നൽകണമെന്ന്. അതായത് കേന്ദ്രത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാം വിമർശനങ്ങൾക്ക് ഇടയിൽ വീണ്ടും ഇങ്ങനെ ഒരു നീക്കം ഉന്നയിക്കുമ്പോൾ ഈ ഒരു നീക്കത്തെ നമ്മൾക്ക് എങ്ങനെ കാണാം? വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ സിൽവർ ലൈൻ ഇടവെച്ചതാണ്. കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അങ്ങോളം ഇങ്ങോളം ഒക്കെ ഉണ്ടായി. അപ്പോൾ താൽക്കാലികമായി സർക്കാർ ഈ നടപടിക്രമങ്ങൾ നിർത്തിവെക്കുക മാത്രമാണ് ഉണ്ടായത്. അപ്പോഴും ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന് തന്നെയാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴും അത് തിരിച്ചടിയാകും എന്ന തരത്തിലൊക്കെയുള്ള വലിയ വിലയിരുത്തലുകളൊക്കെ വന്ന സാഹചര്യത്തിലാണ് സിൽവർ ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിന്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും സർക്കാർ സിൽവർ ലൈൻ എന്ന ആ പേര് ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനോട് അടുത്തു നിൽക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല, കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും കേന്ദ്രത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്രം ഇതിന് അനുമതി നൽകില്ല എന്ന് ഇവിടുത്തെ BJPയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒക്കെ പല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന സാഹചര്യത്തിലും സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയവുമായും റെയിൽവേ മന്ത്രാലയവുമായും ഒക്കെ ബന്ധപ്പെട്ട് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യവുമായുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് വീണ്ടും ഈ കേന്ദ്ര ധനകാര്യ മന്ത്രിയോട് തന്നെ ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ സിൽവർ ലൈനിന് അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അത് റെയിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് സിൽവർ ലൈന് അനുമതി നൽകണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചന്തു, ഒപ്പം തന്നെ ഒരു പാത ഇരട്ടിപ്പിക്കലാണ് ആവശ്യം, അല്ലാതെ സിൽവർ ലൈൻ അല്ല ആവശ്യം എന്നൊരു കാര്യവുമായി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി അടക്കം രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സിൽവർ ലൈനുമായി സമീപിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നിലപാട് ഏത് രീതിയിലാവും? ഇതുവരെ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് മുൻ കേന്ദ്ര സർക്കാർ ഒക്കെ പറഞ്ഞിരുന്നത് ഈ പദ്ധതിയിൽ ഒരു പുനഃപരിശോധന വേണം, അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട DPR അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്രം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ സംസ്ഥാന BJPയും ഈ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത് സിൽവർ ലൈൻ ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഈ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയത് സിൽവർ ലൈൻ ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല. അപ്പോൾ BJPയുടെ ഒരു നിലപാട് ഇതിൽ പ്രധാനമായിരുന്നു. ആ ഒരു നിലപാടും ഈ സിൽവർ ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിനെതിരായ ഘടകങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും സർക്കാർ ഇതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ
ധനമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെ BJP ഏത് തരത്തിൽ നോക്കിക്കാണും, അല്ലെങ്കിൽ ഈ നടപടിയോട് ഏത് തരത്തിലുള്ള പ്രതികരണമാകും ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട്. ബഡ്ജറ്റിലടക്കം ഇത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. നയന, ശരി, സിൽവർ ലൈനായി വീണ്ടും ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കേരളം. ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ ഒരു കാര്യം ഉന്നയിച്ചത്. നിലവിലെ ഗതാഗത സംവിധാനം അപര്യാപ്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങളാണ് ചന്തു ചന്ദ്രശേഖർ നൽകിയത്.